ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പുതിയ ദിവസം കൂടി ദാനമായി നൽകിയ കർത്താവിന് നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്കിന്ന് കൃപ ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈശോയുടെ ഏറ്റവും സ്നേഹഭാചനങ്ങളെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ഈ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ അസാധാരണ ശക്തിക്ക് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നു. ഇതേ അത്ഭുതകരമായ കാര്യങ്ങൾ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതിനു വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആദ്യ വാക്യം മുതൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിളിൽ കൂടി നാം കാണുന്നത്. അവിടുത്തെ ചിന്തയിൽ വന്നത് അവിടുന്ന് പ്രവർത്തിച്ചു. അവിടുന്ന് സകലതും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. അതിൻ്റെ എല്ലാ വിശാലതയിലും സങ്കീർണതയിലുമുള്ള പ്രപഞ്ചം മുഴുവനും അവൻ്റെ വചനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അപൂർണമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം വളർച്ചയ്ക്കോ പരിവർത്തനത്തിനോ അത്ഭുതങ്ങൾക്കോ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാഞ്ചിക്കുന്നുവെങ്കിൽ നമുക്ക് നിഷ്ക്രിയരായി ഇരിക്കുവാൻ സാധിക്കുകയില്ല. പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തെ പോലെ ഈ പ്രഭാതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും പ്രവൃത്തികളായി പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് ആവശ്യപ്പെടാം. ദൈവം സൃഷ്ടിച്ച ലോകം ശൂന്യവും രൂപരഹിതവുമായിരുന്നു എന്ന് വചനം പറയുന്നു. എന്നാൽ തൻ്റെ ദിവ്യ ഇഷ്ടത്തിലൂടെ, ദിവ്യ ഇച്ഛയിലൂടെ ദൈവം ഈ രൂപമില്ലാത്ത പ്രപഞ്ചത്തിന് ക്രമവും ഘടനയും സൗന്ദര്യവും നൽകി രൂപഭംഗിയുള്ളതാക്കി മാറ്റി. അതുപോലെ ഇന്ന് നമ്മുടെ ജീവിതവും പലപ്പോഴും അസ്വസ്ഥത നിറഞ്ഞതാണ്. നമ്മുടെ പാതകൾ അവ്യക്തമാണ്. ഇരുൾ നിറഞ്ഞ വഴികളാണ്, ഇരുൾ നിറഞ്ഞ അനിശ്ചിതത്വമാണ് നമ്മുടെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ അഭിനിവേശങ്ങളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. എന്നാൽ ദൈവത്തെ പോലെ നമ്മുടെ സ്വന്തം ആന്തരിക അരാജകത്വത്തെ ക്രമപ്പെടുത്താനുള്ള ശക്തി അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടെ പ്രവർത്തിച്ച് ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. ഉൽപ്പത്തിയിലെ എല്ലാ അത്ഭുതങ്ങളിലും ഒരുപക്ഷെ ഏറ്റവും പ്രതിരൂപമായത് വെളിച്ചമുണ്ടാകട്ടെ എന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. വെളിച്ചം അന്ധകാരത്തെ നിഷ്ഫലമാക്കിയതുപോലെ നമുക്കും അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് വെളിച്ചം നൽകുന്നവരാകാം. അത് ദയയുടെ പ്രവൃത്തികളിലൂടെ ആയാലും, അറിവിൻ്റെ പിന്തുടർച്ചയിലൂടെ ആയാലും, അനീതി അംഗീകരിക്കാതിരിക്കാനുള്ള നമ്മുടെ ധൈര്യത്തിലൂടെ ആയാലും, ലോകത്തിൻ്റെ ഇരുണ്ട മേഖലകളിലേക്ക് നമുക്ക് വെളിച്ചം പ്രകാശിപ്പിക്കാൻ കഴിയും. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വെളിച്ചമായി മാറാൻ സാധിക്കും. ഓർക്കുക, ഏറ്റവും ചെറിയ തീ പോലും വലിയ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. ദൈവം വെളിച്ചം സൃഷ്ടിച്ച ശേഷം ദൈവം വെളിച്ചം നല്ലതായിരിക്കുന്നു എന്ന് കണ്ടു. നമ്മോട് പറയുന്നു അത് നല്ലതായിരുന്നു. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ അഭിമാനവും സന്തോഷവും കണ്ടെത്തുന്നതായി വചനം രേഖപ്പെടുത്തുന്നു. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ,
ക്രിസ്തുവിൻ്റെ ആ പാത പിന്തുടരാൻ നമുക്കും ശ്രമിക്കാം. നാം പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം ആന്തരിക അന്ധകാരത്തെ മാറ്റിമറിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി നാം ഉയരുമ്പോൾ, നമുക്ക് നമ്മുടെ പരിശ്രമങ്ങളിൽ അഭിമാനവും സംതൃപ്തിയും കണ്ടെത്തുവാൻ സാധിക്കും. കാണപ്പെടുന്നതിൻ്റെയും കാണപ്പെടാത്തതിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, ദൈവിക ഇടപെടലിനായി ആഗ്രഹങ്ങളാൽ നിറഞ്ഞ പ്രത്യാശയുടെ ഹൃദയവുമായി ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടി ഇന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച ആഴമുള്ള സത്യം ഇതാണ്: നാം നീട്ടി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് ഇന്നത്തെ ദിവസം ഏറ്റവും മികച്ചതാണ്. അതിനാൽ നമുക്കിന്ന് കൂടുതൽ അധ്വാനിക്കാം, കൂടുതൽ പ്രവർത്തിക്കാം. ഇതാണ് നമ്മുടെ ജീവിതം മാറ്റുന്ന ഏക വഴി. സ്നേഹവാനായ ഈശോയെ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് ഒരു അത്ഭുതം നടത്തുന്നത് കാണാൻ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു. ദൈവമേ, എല്ലാം നിനക്ക് സാധ്യമാണ്. ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്ന, അനിശ്ചിതത്വങ്ങളുടെ അന്ധകാരത്തിൽ കഴിയുന്ന, അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങൾക്കോരോരുത്തർക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. കർത്താവെ, ഇന്ന് നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയോടെ ചെയ്തു തീർക്കുവാനും ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങളെ തന്നെ യോഗ്യരാക്കുന്നതിനും ഞങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നതിന്, പ്രവർത്തനോന്മുഖരായി ഇരിക്കുന്നതിന് ദൈവമേ, ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ, അലസതയിലോ അന്ധകാരത്തിലോ സ്ഥിതി ചെയ്യാതെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ദിവസമായി ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പ്രവൃത്തിയിൽ നീ വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നോ അവിടെ നീ അത്ഭുതങ്ങൾ നടത്തും. ദൈവമേ, ഇന്നത്തെ ദിവസം നിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ യോഗ്യമാക്കണമേ. നിൻ്റെ അത്ഭുതങ്ങളെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ പരിശീലിപ്പിക്കണമേ. നിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഞങ്ങളുടെ അധരത്തെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ നീ തുറന്നു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടത്തുന്നത് കാണുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളിലേക്ക് ദൈവമേ, അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം നീട്ടി, വൻ കാര്യങ്ങൾ ചെയ്ത അങ്ങയുടെ കരം നീട്ടി ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന മേഖലയിൽ ഇന്ന് നീ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ നടത്തിത്തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അടഞ്ഞ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഇന്ന് നീ തുറന്നു തന്ന് ഇന്നുവരെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതിനും അപ്പുറമായി നീ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ നടത്തിത്തരണം. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങളെ കാണുവാൻ ഇന്ന് എന്നെയും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെയും ഞങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് കാണണം. കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് പ്രവർത്തന നിരതനായതുപോലെ ഞങ്ങളും പ്രവർത്തന നിരതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ നീട്ടി വച്ചിരിക്കുന്ന കാര്യങ്ങളെ ഇന്ന് ഒരെണ്ണമെങ്കിലും ചെയ്തു തീർക്കാനുള്ള വലിയ കൃപാകടാക്ഷങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും പങ്കാളികളാകുന്നതിന്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഞങ്ങളും
ഭാഗഭാക്കുകളാകുന്നതിന് കർത്താവെ, ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ അനുഗ്രഹിച്ചേ മതിയാകൂ. നിന്റെ അത്ഭുതങ്ങൾക്കായി ഇന്ന് ഞങ്ങൾ കാതോർക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾ തുറന്നു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ മേഖലകളെയും കർത്താവെ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകളാക്കി മാറ്റി വലിയ ഐശ്വര്യവും സമൃദ്ധിയും കാണുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്, +1, +2, ഡിഗ്രി, PG പരീക്ഷ എഴുതുന്നവർക്കും എല്ലാ പ്രൊഫഷണൽ കോഴ്സിൻ്റെ എക്സാംസ് എഴുതുന്നവർക്കും കർത്താവെ, ഇന്ന് നീ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതം നടത്തണമേ. കർത്താവെ, അങ്ങിടപെട്ട് അവരുടെ പരീക്ഷയിൽ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയും കൃത്യസമയത്ത് കൃത്യമായ ഉത്തരങ്ങൾ എഴുതി, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് ജോലിക്ക് പോകുന്നവർക്ക് ഇന്ന് വരെ ഇല്ലാത്ത ദൈവിക ഇടപെടൽ കാണുവാനും അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തി എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, അനേകം വർഷങ്ങളായി നിർത്തിവെച്ചിരിക്കുന്ന വീട് പണി തുടങ്ങി ദൈവത്തിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ ഇന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്തവർക്ക് ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാക്കി അവരെ മാറ്റണമേ. കർത്താവെ, അനേക രോഗികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ രോഗികളെയും അവരുടെ രോഗപീഠകളെയും സമർപ്പിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം നൽകി ഈ മക്കളെ നീ തിരികെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നതിനു വേണ്ടി ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെ ഓരോ വ്യൂവറും സബ്സ്ക്രൈബറും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉന്നതത്തിൽ നിന്നുള്ള കൃപാവരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുന്ന നാഥ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സാധിച്ചു തരുന്ന കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് അവിടുന്ന് സാധിച്ചു തന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ തുറവി നൽകി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.